ഹാമർ ഉപയോഗിച്ചിട്ട് പൊളിച്ചു മാറ്റുകയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാറേ, ഞാൻ ഇന്നലെ സംവിധാനങ്ങൾ പറഞ്ഞപ്പോൾ 6 മണിയാകുമ്പോൾ ഇവിടെ എല്ലാ സംവിധാനങ്ങളും ഇറ്റാച്ചി എത്തുമെന്ന് പറഞ്ഞതാണ്. മിനിസ്റ്റർ പറഞ്ഞതാണ് എന്റെ അടുത്ത്. എനിക്ക് വാക്ക് തന്നിട്ടാണ് ഞാൻ രാവിലെ ഇവിടെ വന്നത്. എന്റെ അമ്മയും എന്റെ സ്റ്റോറി പറഞ്ഞു രാജൻ മിനിസ്റ്റർ. അപ്പൊ സാറ് പറഞ്ഞു രാത്രി തന്നെ പോകാൻ. ഞാൻ പറഞ്ഞു സാറേ, രാത്രി ഇവിടെ നടത്തുന്നത് ഭയങ്കര ദുഷ്കരാണ്, അതുകൊണ്ട് പകല് രാവിലെ പോകാന്ന് പറഞ്ഞ് നിർത്തിയതായിരുന്നു. ഇത്രയും സമയമായിട്ട് ഇതുവരെ ഒരു സംവിധാനം ഇവിടെ എത്തിയില്ല സാറേ. കണ്ടില്ലേ, ഒരു ചിറ്റിക മാത്രമാണുള്ളത്. ഇത്ര ആൾക്കാർ നിന്നുകൊണ്ട് കാര്യമായില്ല. അപ്പൊ വൈകുന്നേരമായി കഴിഞ്ഞപ്പോഴത്തെ ഇനിയും ഉരുള് പൊട്ടാനുള്ള സാധ്യത ഇനിയും കിടക്കുക. ഇത്രയും ജനങ്ങൾ ഇവിടെ നിർത്തിക്കൊണ്ടാണ് ഈ സംവിധാനം രക്ഷാപ്രവർത്തനം നടത്തുന്നത്. ഇത് കട്ട് ചെയ്ത് വേഗതാക്കി എന്റെ വേണ്ടപ്പെട്ട ആൾക്കാരെ ഇതിന്റെ ഉള്ളിൽ നിന്ന് എടുത്തു തരണം എന്നാണ് നിങ്ങൾ എല്ലാവരോടും ഞങ്ങൾ പറയുന്നത്. ഇനി വഴുകുന്തോറും പ്രശ്നങ്ങളാണ്. ഇതിനെല്ലാം എല്ലാവരും ഇതിന് മുൻകൈ എടുക്കണം എന്നാണ് നമ്മൾ പറയുന്നത്. നമുക്ക് വാർത്തകൾ അധികാരികളിലേക്ക് എത്തിക്കാം. ജോമ പറഞ്ഞതുപോലെ നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ രക്ഷാപ്രവർത്തകർക്ക് ആവശ്യമായ രക്ഷാ സംവിധാനങ്ങൾ, ഈ രക്ഷാപ്രവർത്തനം ആവശ്യമായ സൗകര്യങ്ങൾ ഇവർ ഇല്ല എന്നുള്ളത് വലിയൊരു പരിമിതിയായി നിൽക്കുകയാണ്. ഒപ്പം തന്നെ അവർ ചൂണ്ടിക്കാണിച്ച ഏറ്റവും ഗൌരവമായ മറ്റൊരു കാര്യം, ഈ 5 മണിക്കൂർ നേരമായി ഇവിടെ രക്ഷാപ്രവർത്തകർ പലരും എത്തിയിട്ട് പക്ഷെ അവർക്ക് ആവശ്യമായ കുടിവെള്ളം പോലും ഇതുവരെ ഇവിടേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത് വളരെ വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾക്ക് എന്ന് നമുക്ക് ഇനിയും അറിയേണ്ടതുണ്ട്. സന്നദ്ധ സംഘടനാ പ്രവർത്തകരൊക്കെ ഇന്നലെയൊക്കെ വളരെ സജീവമായി ഈ ചൂരൽമല പ്രദേശത്ത് വളരെ സംവിധാനമുണ്ട്. പക്ഷേ അവിടുന്ന് ഇങ്ങോട്ട് വരണമെങ്കിൽ നമ്മുടെ ഭരണകൂടത്തിന്റെയും സംവിധാനങ്ങളുടെയും സേനയുടെയും ഒക്കെ അനുമതി വേണം. അവർ കടത്തിവിടാത്തതാണോ, ഇനി സന്നദ്ധ സംഘടനകൾ വരുന്നില്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങൾ ഏതെങ്കിലും ഏജൻസികൾ ഉപയോഗിച്ച് ഇവിടേക്ക് അത്യാവശ്യമായ ഉപകരണങ്ങൾ എത്തിക്കേണ്ടതുണ്ട്. അതിനേക്കാൾ പ്രധാനത്തോടുകൂടി ഈ രക്ഷാപ്രവർത്തകർക്ക് ആവശ്യമായ കുടിവെള്ളമെങ്കിലും എത്തിക്കേണ്ടത്. പക്ഷെ അത് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്ന് ഇവർ പറയുന്നുണ്ട്, സങ്കടത്തോടെ പറയുന്നുണ്ട്.